വർഷങ്ങൾക്ക് മുന്നേ വനമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസി കർഷകരാണ്. ഞങ്ങൾക്ക് വനമാണ് ഞങ്ങളുടെ മെയിനായി. വനത്തെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പം പിന്നെ കാലം മാറി. അതേപോലെ ഞങ്ങളുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസവും സർക്കാരിൻ്റെ ഇടപെടലും കാരണം ഞങ്ങൾ നാടുമായിട്ട് സഹകരിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വനവിഭവങ്ങൾ മാറ്റിവെച്ച് സർക്കാർ തന്ന ഭൂമിയിൽ കൃഷിയെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പെട്ട ഒരു മന്നാൻ ആദിവാസി കർഷകൻ എന്നുള്ള നിലയിൽ ഞാനും ഒരു 5000 ഏലച്ചെടികൾ നടാനിടയായി. ന്യൂസ് 2 സ്റ്റാർ പ്ലസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മഞ്ഞും തണുപ്പും കുളിർമയുമുള്ള ഇടുക്കി നേരിട്ടത് വലിയ ചൂട്. ഈ ചൂട് ഏലകൃഷിയെ തളർച്ചയിലേക്ക് നയിച്ചു. ഹൈറേഞ്ചിൽ ഇക്കൊല്ലമുണ്ടായ രൂക്ഷമായ വരൾച്ചയിൽ പലയിടത്തും വൻതോതിൽ കൃഷിനാശമുണ്ടായി. ഇത് കർഷകരെ ബാധിച്ചു. കൊടുംചൂടിൽ ഏലം, കുരുമുളക്, വാഴ, കരിമ്പ് എന്നിവയാണ് കൂടുതലും വേനലിൽ കരിഞ്ഞുണങ്ങി നശിച്ചത്. പലരും ഏലകൃഷിയിൽ നിന്നും പിന്മാറി മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കൃഷി ചെയ്തവരിൽ ഒരാളാണ് കാഞ്ചിയാർ പഞ്ചായത്ത് 16-ാം വാർഡിൽ താമസക്കാരനായ മധുസൂദൻ വടക്കേക്കരയിൽ. ഏലം നഷ്ടപ്പെട്ട കർഷകൻ എന്നുള്ള നിലയിൽ കാഞ്ചിയാർ കൃഷിഭവനുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം എൻ്റെ തരിശായി കിടന്ന സ്ഥലത്ത് ഞാൻ ജൈവ പച്ചക്കറി ചെയ്യാൻ ആഗ്രഹിച്ചു. പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതോടൊപ്പം വിഷവിമുക്ത പച്ചക്കറികളും വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കാർഷിക പദ്ധതി നടപ്പാക്കുന്നത്. കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിനായി കാർഷിക ഉൽപ്പന്നങ്ങൾ പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനോടൊപ്പം വിഷവിമുക്ത പച്ചക്കറികളും വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കാർഷിക പദ്ധതി നടപ്പാക്കുന്നത്. കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിനായി കാർഷിക ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലേക്ക് നേരിട്ടെത്തിക്കാനാണ് കാഞ്ചിയാർ കൃഷിഭവൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി.